സർ, കേരളത്തിൽ ഒരു പുലയ സ്ത്രീ മുഖ്യമന്ത്രിയായി ഭരിക്കുന്നത് എന്ന് കാണാനാകും എന്നൊരു ചോദ്യം ഉയർന്നിരിക്കുകയാണ്. ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് മറ്റാരുമല്ല, ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദയാണ്. അദ്ദേഹം ഒരു ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഇത് ചോദിച്ചത്. എന്താണ് സാർ ഇങ്ങനൊരു ചോദ്യത്തിന് ഇപ്പോഴത്തെ പ്രസക്തി? സച്ചിദാനന്ദ സ്വാമികളെ കുറേ കാലമായിട്ടിപ്പോൾ ഈ മതാതീതമായിട്ടുള്ള ആത്മീയതയുടെ മഹനീയമായ ഒരു കേദാരമാണ് ശിവഗിരി കുന്നിലുള്ള ഈ ശിവഗിരി മഠവും പരിസരങ്ങളുമൊക്കെ. അപ്പോൾ ശ്രീനാരായണൻ്റെ സ്വപ്നമായിരുന്നു മതാതീതമായിട്ടുള്ള ആത്മീയത, സർവ്വ മനുഷ്യർക്കും പ്രയോജനപ്പെടുന്ന മതാതീതമായിട്ടുള്ള ആത്മീയതയുടെ പാത പിന്തുടരുക. നന്നായാൽ മതി എന്നുള്ള മഹനീയമായ തത്വത്തിൻ്റെ ഒരു പ്രഘോഷണം. ഇപ്പോൾ ഏറെക്കാലമായിട്ട് എനിക്ക് തോന്നുന്നു സച്ചിദാനന്ദ സ്വാമി ആ ഒരു മതാതീയ പാത വിട്ടിട്ട് വേറൊരു പാതയിലേക്ക്, ഒരു രാഷ്ട്രീയ പാതയിലേക്കുള്ളൊരു പ്രവേശനത്തിന് വേണ്ടി പാസ് എടുത്തിരിക്കുകയാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, തമിഴ്നാട്ടിലെ ഒരു മന്ത്രി ഇവിടെ വന്നപ്പോൾ അദ്ദേഹം പതിവില്ലാത്ത വധം അദ്ദേഹത്തിന് ചുവപ്പ് പരവതാനി വിരിച്ചുകൊണ്ട് നടത്തിയ ആ സ്വാഗത വചനങ്ങളുമൊക്കെ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ കാമ്പുണ്ട്. കേരളത്തിനൊരു പുലയ മുഖ്യമന്ത്രി വരിക എന്ന് പറയുന്നത് നമ്മളെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നത്. കെ ആർ ഗൗരി മുഖ്യമന്ത്രി ആവണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചവരിൽ ഒരാളാണ് നായരായിട്ടുള്ള ഞാൻ. കാരണം അങ്ങനെ ഒരാൾ വരണം. അതുപോലെ തന്നെ അതിനേക്കാൾ കൂടുതൽ ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ് CK ജാനു എന്ന് പറയുന്ന ആദിവാസി സ്ത്രീ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകണമെന്ന്. കാരണം അവർക്ക് അങ്ങനെ അവസരങ്ങൾ കിട്ടി അവർ മുന്നോട്ട് വരണം. പിന്നാക്കാവസ്ഥയിലായിരുന്ന മുസ്ലിം വിഭാഗം, ഇസ്ലാം വിഭാഗം ഒക്കെ തന്നെ വളരെ മുന്നോട്ട് വന്ന് ഉന്നതങ്ങളായിട്ടുള്ള സ്ഥാനങ്ങളിൽ, വ്യാപാരങ്ങളിൽ, വ്യവസായങ്ങളിൽ, വിദ്യാഭ്യാസ രംഗങ്ങളിൽ, ഔദ്യോഗിക പദവിയിലൊക്കെ അലങ്കരിക്കുമ്പോൾ ഏറ്റവും സന്തോഷിക്കുന്ന ഒരാൾ കൂടിയാണ്. കാരണം അങ്ങനെ വന്നു കഴിയുമ്പോൾ അവരിലുള്ള ഭീകരവാദ വിശ്വാസങ്ങളും അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങളും അന്യമതക്കാരെല്ലാം കാഫിറുകളാണെന്നുള്ള വിശ്വാസങ്ങളും അതുവഴിയുള്ള കൊലപാതകങ്ങളും ഒക്കെ ഇല്ലാതാക്കാൻ കഴിയും. വളരെ പോസിറ്റീവായൊരു വശം. അതെ, സ്വാമി ഇങ്ങനെ തന്നെ വിചാരിക്കുമ്പോൾ, ഇതേ വിധം വിചാരിക്കുമ്പോൾ BJPയെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നുകൊണ്ടായിരിക്കാം ദയാനിധി സ്റ്റാലിനെ സ്വാഗതം ചെയ്തത്. അദ്ദേഹം ആലോചിക്കണം, അദ്ദേഹം BJPയിൽപ്പെട്ട ദ്രൗപദി മുർമു എന്ന് പറയുന്ന ഈ പുലയ സമുദായത്തെക്കാളും വളരെ താഴെയുള്ള ഒരു ആദിവാസി സ്ത്രീയാണ്. പാവപ്പെട്ട വീട്ടിലെ ഏറ്റവും പാവപ്പെട്ട ചെറ്റക്കുടിലെ അമ്പലത്തിൻ്റെ മുറ്റം അടിച്ചു വാരുകയായിരുന്ന ഒരു കുടുംബത്തിലെ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് ദ്രൗപദി മുർമു എന്ന് പറയുന്ന ഇന്ത്യ ഭരിക്കുന്ന സ്ത്രീ. സനാതനധർമ്മത്തിൻ്റെ തീർത്ഥാടനമായ കുംഭമേളയിൽ ആ മഹതിയായ സ്ത്രീ പോയി തീർത്ഥാടനം നടത്തുന്നതും ഇന്ത്യ കണ്ടു. ദയാനിധി സ്റ്റാലിൻ അത് കണ്ടോ, ഉദയനിധി സ്റ്റാലിൻ അത് കണ്ടോ എന്നെനിക്കറിയില്ല. പക്ഷെ സ്വാമിയുടെ കണ്ണു തുറക്കണം. അതുപോലെ ഇന്ത്യ ധരിക്കുന്ന പ്രധാനമന്ത്രി, അദ്ദേഹം ഒരു സവർണവർഗ മേധാവിയൊന്നുമല്ല, സവർണ മതത്തിൽപ്പെട്ട ആളുമല്ല. അത് സ്വാമി തിരിച്ചറിയണം. OBC വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. അപ്പോൾ ഇന്ത്യയിൽ അത് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ BJPയുടെ മുൻ പ്രസിഡന്റ് ഒരു ദളിതനായിരുന്നു. കോൺഗ്രസ് അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചതിൻ്റെ പേരിലാണ് അദ്ദേഹം രാജിവെക്കേണ്ടി വന്നത്. ബംഗാരു. അതെ, സീതാറാം കേസരി എന്ന് പറയുന്ന കോൺഗ്രസ് പ്രസിഡന്റിനോട് അവർ കാണിച്ച ബഹുമാനം നമുക്കറിയാം. നെഹ്റു കുടുംബത്തിൽ പെടാത്ത ആ സവർണ സ്ഥാനമില്ലാത്തത് കൊണ്ട് നരസിംഹറാവു എന്ന് പറയുന്ന പാവം പ്രധാനമന്ത്രിയുടെ ജഡത്തിനെന്താണ് സംഭവിച്ചതെന്നും നമുക്കറിയാം. AICC ഓഫീസിന് മുമ്പിൽ ചെന്നപ്പോൾ അതിൻ്റെ പൂട്ടും താക്കോലും കൈവശമാക്കി വെച്ചിരിക്കുന്ന സോണിയാഗാന്ധി, വേണ്ട ഇതിവിടെ കയറ്റണ്ട, നേരെ നിങ്ങളുടെ നാട്ടിലോട്ട് കൊണ്ടുപോയിക്കോളൂ എന്ന് ആ മൃതദേഹത്തെ, ഭൗതിക ശരീരത്തെ അപമാനിച്ച സോണിയാഗാന്ധി എവിടെയാണ് നിൽക്കുന്നത് എന്നും സോണിയ മെയ്നു എവിടെ നിൽക്കുന്നു എന്നും സ്വാമിക്ക് അറിയണം. ഇതൊക്കെ അറിയണം. അതുപോലെ സ്വാമി ശിവഗിരി വർക്കലയിലല്ലേ ഇരിക്കുന്നത്. സ്വാമി പുലയനാർ കോട്ട എന്നൊരു കോട്ട വളരെ ദൂരെയൊന്നുമല്ല വർക്കലയിൽ നിന്ന്, പോയി കാണണം സ്വാമി. ആ പുലയനാർ കോട്ട എന്നുള്ള പേര് എങ്ങനെയാണ് വന്നതെന്ന് സ്വാമിക്ക് അറിയാം. നെടുമങ്ങാട് കൊക്കോതമംഗലം ആസ്ഥാനമാക്കി ഭരണം നടത്തിയിരുന്ന ഒരു പുലയ സ്ത്രീ, അവർ രാജ്ഞിയായിട്ടാണ് ഭരിച്ചത്, മന്ത്രിയായിട്ടല്ല. പുലയ സ്ത്രീ, പുലയ സമുദായത്തിൽപ്പെട്ട സ്ത്രീ കെട്ടിയ കോട്ടയാണ് ഈ പുലയനാർ കോട്ട. അല്ലെങ്കിൽ പുല എന്നുള്ള വാക്ക് അവിടെ വരില്ല. ആ രാജ്ഞിയുടെ പേരെന്തായിരുന്നു? ആ രാജ്ഞിയുടെ പേര് കൊക്കോത റാണി, കൊക്കോതമംഗലം എന്നാണ് പേര് വരുന്നത്, സ്ഥലത്തിൻ്റെ പേര്. അതെ, കൊക്കോതമംഗലം എന്നാണ്. അവരുടെ പേര് കൊക്കോത റാണി എന്നാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കോതറാണി, കൊക്കോത വരുന്നില്ല, കോതറാണി. അതിൻ്റെ കൂടെ ഒരു കൂടെ ചേർത്താണ് ആ സ്ഥലത്തിന് പേരിട്ടിരിക്കുന്നത്.
ഇത് വളരെ മുമ്പുള്ള ചരിത്രമാണ്. ഈ ഗവേഷകർക്കൊന്നും അതിലോട്ട് പോകാൻ ഒരു താല്പര്യവുമില്ല. സവർണ മേധാവിത്വവും അങ്ങനെയുള്ള സംസ്കാരവുമാണ് ഇന്ത്യയിൽ നിലനിന്നത് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ മധ്യപ്രദേശ് ഒക്കെ ഉൾപ്പെടുന്ന ഒരു വൻ പ്രദേശം ഗോണ്ട്വാന എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗോണ്ട്വാന പ്രദേശം ഭരിച്ചിരുന്നത് മുഴുവൻ ആദിവാസികളായിരുന്നു, പല വർഗത്തിൽപ്പെട്ടവർ. ഭീൽ വംശജരുണ്ടായിരുന്നു. ഭീൽ വംശജർ അവർ ബ്രിട്ടീഷുകാരുമായിട്ട് ഏറ്റുമുട്ടി. സാന്താൾ വർഗ്ഗക്കാർ അവരും ഏറ്റുമുട്ടി. അതുപോലെ ഇപ്പോഴുള്ള ഛത്തീസ്ഗഡിലെ ആദിവാസി ബിർസ മുണ്ട എന്ന് പറയുന്ന സനാതന ധർമ്മത്തിൽ വിശ്വസിച്ചിരുന്ന ആളാണ്. ആ ബിർസ മുണ്ട ബ്രിട്ടീഷുകാരുമായിട്ട് ഈ സനാതന ധർമ്മത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഏറ്റുമുട്ടി എന്നുള്ള ചരിത്രം സ്വാമികൾക്ക് അറിയുമോ? ബിർസ മുണ്ടയുടെ പ്രതിമ അവിടെ സ്ഥാപിച്ചിരിക്കുന്നത് OBC വിഭാഗക്കാരനായ നരേന്ദ്രമോദിയാണെന്നുള്ളത് താങ്കൾക്ക് അറിയുമോ? ഏറ്റവും കൂടുതൽ പിന്നോക്ക വിഭാഗക്കാർക്ക് പ്രാതിനിധ്യം നൽകിയിരിക്കുന്ന പാർട്ടി BJP ആണെന്നുള്ളത് താങ്കൾക്കറിയാമോ? BJPയുടെ പല മുഖ്യമന്ത്രിമാരും പേരെടുത്ത് പറയുന്നില്ല, പിന്നാക്ക വർഗത്തിൽപ്പെട്ടവരാണെന്നുള്ളത് താങ്കൾ അറിയുമോ? BJPയുടെ ഭൂരിപക്ഷം ഒഡീഷയിലെ മുഖ്യമന്ത്രി ഏറ്റവും പുതിയ സംഭവം അതാണ്. ഒഡീഷയിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഒഡീഷയിൽ നിന്ന് തന്നെയാണല്ലോ നമ്മുടെ രാഷ്ട്രപതി. അതെ. അതുപോലെ തന്നെ പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ ഈ വിഭാഗക്കാർക്ക് പ്രാതിനിധ്യം നൽകുന്ന പാർട്ടി BJP ആണെന്നുള്ളത് സ്വാമിക്കറിയൂ? അപ്പോൾ അങ്ങ് പറയുന്നത് ഈ ശിവഗിരി കൃത്യമായൊരു രാഷ്ട്രീയം കളിക്കുകയാണ് ഈ വിഷയം. അതെ, ഇങ്ങനെയൊക്കെ പറഞ്ഞു. എങ്കിൽ ആ രാഷ്ട്രീയത്തിന് പുറകിൽ എന്താണ് സാർ ലക്ഷ്യം? ഈ മതാതീത ആത്മീയതയാണെങ്കിൽ അത് ജാത്യാതീത ആത്മീയതയും ആയിരിക്കണം. അതെ. ഒരു പുലയ റാണി വേണമെന്ന് എന്താ ഇത്ര? ഒരു പറയ റാണി, സാംബവ റാണി ആയാലും എന്താ കുഴപ്പം? ഒരു സിത്തനർ മുഖ്യമന്ത്രി ആയാലും എന്താ കുഴപ്പം? വാസ്തവത്തിൽ പിന്നോക്ക വിഭാഗങ്ങളിൽ ഏറ്റവും മുന്നോക്കം നിൽക്കുന്ന വിഭാഗമാണ് പുലയ. ഏറ്റവും കൂടുതൽ ആനുകൂല്യം നേടി ഏറ്റവും പുരോഗതിയിൽ നിൽക്കുന്നവരാണ്. അതിനും താഴെയുള്ള നായാടി വർഗ്ഗക്കാരുണ്ട്. അവരിൽ ഒരാളെന്താ മുഖ്യമന്ത്രിയാവാത്തത്? അതിനും താഴെ നിൽക്കുന്ന പട്ടികജാതി വിഭാഗത്തിനും താഴെ നിൽക്കുന്നവരാണ് ആ ഗോത്ര വിഭാഗക്കാർ, പട്ടികവർഗ്ഗക്കാർ. അവരിൽപ്പെട്ടവരാണ് ഇപ്പോൾ ആനയുടെ കുത്തേറ്റ് മരിച്ചുകൊണ്ടിരിക്കുന്നത്, കാട്ടിൽ കിടന്ന് ഒരു ഗതിയുമില്ലാതെ, ഒരു ഗതിയും പരഗതിയില്ലാതെ. വാസ്തവത്തിൽ അവർ വനങ്ങളുടെ അവകാശികളാണെന്നുള്ളതാണ് സനാതനധർമ്മത്തിൻ്റെ തത്വം. അവരെ ഇന്ന് അടിമകളാക്കിക്കൊണ്ട് കാട് ചൂഷണം ചെയ്യുന്നത് നമ്മൾ നാട്ടുകാർ അതിനകത്തേക്ക് കയറിയാണ് കാട് ചൂഷണം ചെയ്ത് അതിൻ്റെ വിഭവങ്ങൾ കൊള്ള ചെയ്തുകൊണ്ട് പോകുന്നത്. എന്നിട്ടിപ്പോൾ ആനയുടെ കുത്താണ് അവർക്കിപ്പോൾ നമ്മൾ പകരമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സ്വാമി അത് ചിന്തിച്ചിട്ടുണ്ടോ? CK ജാനു ഇവിടെ നടത്തിയ സമരം, സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കുടിൽ കെട്ടിയ സമരം സ്വാമിക്ക് ഓർമ്മയുണ്ടോ? സ്വാമി രാഷ്ട്രീയം കളിക്കരുത്. CK ജാനുവിനെ എതിർത്തതിൽ പ്രമുഖമായൊരു പങ്ക് വഹിച്ചത് CPM ആണെന്നുള്ളത് സ്വാമിക്കറിയുമോ? സ്വാമി അങ്ങനെയൊന്നും ഈ പറയുമ്പോൾ അതിൻ്റെ ചരിത്ര പശ്ചാത്തലവും ഒക്കെ വെച്ചിട്ട് വേണം. പുലയ റാണിയാവണമെന്ന് സ്വാമി ഇങ്ങനെ പറയരുത്. കേരളം ഭരിക്കുന്നത് ഒരു സ്ത്രീ മുഖ്യമന്ത്രി ആയിക്കോട്ടെ, ഒരു സ്ത്രീ മുഖ്യമന്ത്രി, സ്ത്രീ മുഖ്യമന്ത്രിയായിട്ട് വരട്ടെ. മനുഷ്യത്വമാണ് ജാതിയേക്കാളും വലുത്. ഈ ജാതി ചിന്തകൾ പാടില്ല. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞ അതേ ശ്രീനാരായണ ഗുരുവിൻ്റെ സങ്കല്പം ജാതി ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് തന്നെയായിരിക്കും. ഏതെങ്കിലും ഒരു സമുദായത്തിന് വേണ്ടി മാത്രമുള്ളതല്ല ശ്രീനാരായണ ഗുരു. ആ തെറ്റിദ്ധാരണ വേണ്ട. എല്ലാ സമുദായങ്ങൾക്കും, എല്ലാ കാലത്തിനും, എല്ലാ മനുഷ്യർക്കും എല്ലാ കാലത്തേക്കും വേണ്ടിയുള്ള ഒരു തത്വദീക്ഷയുടെ ഒരു പ്രഘോഷണമുള്ള ഉദാഹരണമാണ്. മൂർത്തമായ ഉദാഹരണമാണ് ഗുരുദേവൻ. അപ്പോൾ ആ ഗുരുദേവൻ്റെ ഒരു ആസ്ഥാനത്തിരുന്നുകൊണ്ട്, അത് പരിപാവനമായ കുന്നുകളിലിരുന്നുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് വരണമെന്ന് സ്വാമിക്ക് ഇറങ്ങാം. ഇന്ത്യൻ ഭരണഘടന അത് അനുവദിക്കുന്നുണ്ട്. ആ സ്ഥാനത്തെ അതിന് ദുരുപയോഗപ്പെടുത്താതിരിക്കുക. ശരിക്കും നിത്യ ചൈതന്യതയുടെ, നടരാജ ഗുരുവിൻ്റെ ഒക്കെ മഹത്തായ പാരമ്പര്യം അത് ശ്രീനാരായണ ഗുരുവിൻ്റെ അവരുടെയൊക്കെ ആ പാരമ്പര്യം പിന്തുടരുക. ഇങ്ങനെ വിവാദങ്ങളിലേക്ക് പോയി ആർക്കോ വേണ്ടി ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളും വാക്കുകളും ആർക്കോ വേണ്ടി, അവിടെ CPMൻ്റെ ഏതോ ഒരാളിൻ്റെ സ്വാധീനം അവിടെ ഉണ്ടാവാം. ആ സ്വാധീനത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അവിടെ തകരുന്നത് ശ്രീനാരായണ ഗുരു പടുത്തുയർത്തിയ ഈ ജാതിക്കും മതത്തിനും എല്ലാം അതീതമായിട്ടുള്ള ഒരാശയമാണ്. സനാതനമെന്ന് നിങ്ങളതിനെ വിളിക്കേണ്ട, പോട്ടെ. ആ ആശയത്തിൻ്റെ ഗിരിശൃംഖമാണ് അവിടെ ഇടിഞ്ഞു വീണ് ഒരു ഉരുൾപൊട്ടൽ പോലെ നമ്മുടെ എല്ലാ സമൂഹത്തിനെ ഛിന്ന ഭിന്നമാക്കി നശിപ്പിച്ചു കൊണ്ടുപോകുന്നു. ആ ഒരു ചിന്ത തീർച്ചയായിട്ടും സ്വാമികൾ വെച്ചു പുലർത്തണം. സ്വാമിക്ക് സങ്കുചിതമായിട്ടുള്ള ചിന്തകളല്ല, വിശാല മാനവീയതയുടെ വിശാല നഭസിലുള്ള മഹാകാശത്തിൽ കൂടി പോകുന്ന ചിന്തകളാണ് ഉണ്ടായിരിക്കേണ്ടത്, ശ്രീനാരായണ ഗുരുവിനെ പോലെ തന്നെ. തീർച്ചയായിട്ടും അങ്ങ് ഇപ്പോൾ കോതമംഗലത്തെ കോതറാണിയുടെ ഉദാഹരണം മറ്റും പറഞ്ഞു, പുലയനാർക്കോട്ട അവർ
ഈ വിദേശാധിപത്യത്തിനെതിരെ യുദ്ധം ചെയ്യുകയും അതിനെതിരെ ശക്തമായ പ്രക്ഷോഭം നടത്തുകയൊക്കെ ചെയ്ത ആളാണ് എന്ന് കേട്ടിട്ടുണ്ട്. നമുക്കതിൻ്റെ കൂടുതൽ ചരിത്ര വശങ്ങൾ അറിയില്ല. ഞാൻ വായിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ചുള്ള പുസ്തകം അങ്ങ് വായിച്ചു. പറഞ്ഞതുപോലെ ഈ പറയുന്ന കേരളത്തിന്റെ അഭിമാനമായിട്ടുള്ള ഒരു റാണിയായിരുന്നു. അതെ, ഇത്തരം ആൾക്കാരുടെ ഇങ്ങനെ ഒരു പാരമ്പര്യം നമുക്കുണ്ട് എന്ന് അറിയാൻ വയ്യാത്തവണ്ണം ചരിത്രത്തിൽ നിന്ന് അവരുടെ തുടച്ചു മാറ്റിയിരിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഗവേഷണം നടക്കാൻ ശ്രീനാരായണ ഗുരുകുലത്തിൽ തന്നെ അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം. ശിവഗിരി മഠത്തിൽ തന്നെ അതിനെക്കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ട് പുതിയ അറിവുകൾ നേടാൻ വളരെ ധീരയായ ഒരു റാണിയായിരുന്നു. അവർ പട നയിച്ചുകൊണ്ട് പല ശത്രുക്കളെയും കീഴടക്കിയെന്നുമാണ് ഞാനന്ന് ചരിത്രത്തിൽ എൻ്റെ ഓർമ്മകളിൽ നിന്ന് പറയുകയാണെങ്കിൽ വായിച്ചത്. ആ കാര്യത്തിലേക്ക് നമുക്ക് തീർച്ചയായിട്ടും ആ ചരിത്രത്തിൻ്റെ ആ വഴികളിലേക്ക്, വെളിച്ചം വീശാത്ത വഴികളിലേക്ക് അത്തരം കണ്ടെടുക്കലുകൾ നടത്താൻ ശിവഗിരി മഠം മുന്നിട്ടിറങ്ങേണ്ടതാണ്. വാസ്തവത്തിൽ തീർച്ചയായിട്ടും അത് വേണ്ടതാണ്. അതുപോലെ തന്നെ കാശ്മീരിലെ ഗോത്ര വിഭാഗങ്ങളുണ്ട്, അവരും ഗോത്ര വിഭാഗങ്ങളാണ്. പട്ടികജാതി ഇതുവരെ സംവരണം കിട്ടാതിരുന്ന് 370-ാം വകുപ്പ് നരേന്ദ്രമോദി എടുത്തു കളഞ്ഞപ്പോൾ മാത്രം സംവരണം കിട്ടിയ വിഭാഗങ്ങളുണ്ട്. അവരെക്കുറിച്ചും നമ്മൾ പഠിക്കണം. അതെല്ലാം കൂടെ ചേരുമ്പോഴാണ് നമ്മൾ സമ്പൂർണ്ണ മനുഷ്യരായിത്തീരുന്നത്. ആ സമ്പൂർണ്ണ മനുഷ്യത്വത്തിലേക്കുള്ള വഴിയാണ് ശ്രീനാരായണ ഗുരു നമുക്ക് കാട്ടിത്തന്നത്. അല്ല പക്ഷപാതം അവിടെ പാടില്ല.